ഷെഫീനാന്റെ വിവരം ഇന്നലെ തെളിഞ്ഞു. കാരണം ഇക്കാരം ഉമ്മായെ വിളിച്ചിട്ട് അവരിപ്പൊ പറയണല്ല പിന്നെ പറയണത്, എടി നിന്റെ ഉമ്മായും അതുപോലെ തന്നെയാണ്, പ്രായത്തെ ബഹുമാനിച്ചാലടി നിന്റെ അമ്മ കയറി ഇരിക്കുക. അപ്പോഴും പറഞ്ഞെന്താണ്, ശത്രു ആയാലും മിത്രം ആയാലും കയറി വരും മക്കളെ എന്നാണ് വിളിച്ചത്. നിനക്ക് അതുപോലും ഇല്ലല്ലോ ഞാൻ വെച്ചി, നീ വീഡിയോ ഇട്ടേക്കണം. നീ ബാക്കി എന്നെ ഇക്കാര്യം കുറിച്ച് എന്തോ പറഞ്ഞു. നീ എന്റെ വയറ്റിൽ കിടക്കണ കൊച്ചിന്റെ തന്ത പോലും ഷാനല്ലെന്ന് നീ പറഞ്ഞു. നീ കണ്ടിട്ടുണ്ടോ ഷാനാണാ റഹീമാണാ അല്ലെങ്കിൽ സനോഫറാണെന്ന് നീ കണ്ടിട്ടുണ്ടോ? നീ എനിക്ക് എന്റെ കുടുംബജീവിതം ഇട്ട് താറുമാറാക്കി കളിച്ച് നിന്റെ ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന ചാനൽ നടത്തുന്നവർക്ക് ഏത് ഭാഗത്ത് നോക്കിയാലും അടിയും കുത്തും മാത്രമേ ഉള്ളൂ. കുറേ കാലം ഷാജിദ് കിട്ടി, ഇപ്പം ദാ നജില ഷാൻ്റെത് കിട്ടുന്നു. അവരെ തെറി പറയുന്ന യൂട്യൂബേഴ്സ് മാത്രമേ ഈ യൂട്യൂബിൽ കാണാറുള്ളൂ. ഇപ്പം ഇവളെ വകയിലും കുറേ കിട്ടി. അവർക്ക് മാത്രമല്ല, ഈ റിയാക്റ്റ് വീഡിയോക്കാർക്ക് മൊത്തത്തിൽ ഇവർ വെച്ച് കെട്ടലുണ്ട്. ഏതൊരു വീഡിയോൻ്റെ റിയാക്റ്റ് വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അവർക്കില്ലാത്ത കുറ്റമുണ്ടല്ലോ. കാരണം ഇവർ പറഞ്ഞതൊന്നും ഒന്നുമല്ല, നമ്മൾ പ്രതികരിച്ചാലാ കുറ്റം. മോനിക്ക് സത്യം പറയണേ, ഞാൻ അത്രയ്ക്ക് സങ്കടപ്പെട്ടാണ്. നിന്റെ മോനൊരു പെണ്ണ് കിട്ടൂലടി. ഓ പിന്നെ നീ പ്രാർത്ഥിച്ചിട്ട് വേണം അവരെ മോനിക്ക് പെണ്ണ് കിട്ടാണ്ടിരിക്കാൻ. അതെല്ലാം നമ്മളെ വെറും തെറ്റിദ്ധാരണ മാത്രം. കാരണം എന്താ വെച്ചാൽ അതെല്ലാം എന്താ പറയുക, പഠിച്ചോൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊന്നും നമുക്ക് ഇടപെടാനൊന്നും കഴിയില്ല. പിന്നെന്ന് വെച്ചാൽ നീ അവൻ്റെ വീട്ടിൻ്റെ അരുവത്താറ്റാണെങ്കിൽ അങ്ങനെ പോയിട്ട് മുടക്കാൻ പറ്റും. പിന്നെ നീ ഏതോ നാട്ടിൽ, ഷെഫീന ബീവി ഏതോ നാട്ടിൽ അങ്ങനെ നിന്നിട്ടാണ് നിൻ്റെ മോനിക്ക് ഒരിക്കലും പെണ്ണ് കിട്ടൂല എന്ന് പറയും. കിട്ടൂല. ഇക്കാക്കിന് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ആരെയും. പിന്നെ ഇതിൽ ആരാണ് നാറണേന്നറിയാമോ? വേറെ ആരുമല്ല, എൻ്റെ മോള് ഇത് കൂടെ കഴിഞ്ഞ് വളർന്നു വരുമ്പം ഞാൻ അന്നൊരു കള്ളം പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ പടച്ചോനെ ഇതുപോലെ ആയത്. അവളിരുന്ന് ദുഃഖിക്കും. നിൻ്റെ മോളൊരു കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ നീ ഒരുപാട് വീഡിയോസ് ഇട്ട് പൈസ ഉണ്ടാക്കിയില്ലേ? അതന്നെ ഒരു വലിയ കാര്യമല്ലേ? കാരണം വെച്ചാൽ നിൻ്റെ മോൾ അങ്ങനെ പറഞ്ഞ് നിൻ്റെ മോള് പോയിട്ട് നിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന്, അതുകൊണ്ട് എന്തായി, ഒരുപാട് വീഡിയോ ഇട്ട് നിനക്ക് റീച്ചാകാൻ പറ്റി, നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റി. അതുകൊണ്ട് മോള് ചെയ്തെന്ന് ഏറ്റവും വലിയൊരു ഉപകാരമല്ലേ അത്? ഒരിക്കലും ഞാൻ പബ്ലിക്കിന്റെ മുമ്പ് പറയണം, ഒരിക്കലും അങ്ങനെ ഷാൻ മസ്റൂറായെ ഉപദ്രവിച്ചിട്ടില്ല, ഒരു കാരണത്തിലും ചെയ്തിട്ടില്ല. പിന്നെ കാറ് കയറ്റിയിരുത്തി എന്ന് പറഞ്ഞത് ഇവള് ബഹളം വെച്ചിട്ടാണ് കാറിന്റെ സീറ്റിലാണ് ഇരുത്തിയിരിക്കുന്നത്. ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടേക്കണം. ഞാനിപ്പോൾ എടി, തെറ്റ് ചെയ്തവൻ ഒരിക്കലും തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കൂല കേട്ടോ. അത് ഏതൊരുവനല്ല, നിൻ്റെ കെട്ടിയവനെന്നല്ല, ഏതൊരുവനായാലും തെറ്റ് ചെയ്താൽ ഒരുത്തനും തെറ്റ് ചെയ്യുന്നു. പിന്നെ പോലീസുകാരുടെ അടി കിട്ടുമ്പം തെറ്റ് ചെയ്തത് സമ്മതിക്കും. ആദ്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തെറ്റ് ചെയ്തെന്ന് തന്നെ പറയും. പിന്നെ നീ പറയുമായിരിക്കും തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തിട്ടില്ല. കാരണം നീ അതൊരു വീഡിയോയിൽ അങ്ങനെ പറയും, മറ്റൊരു വീഡിയോയിൽ വന്നിട്ട് തെറ്റ് ചെയ്തെന്നും പറയും. നിന്നെ അതുകൊണ്ട് ആർക്കും പിടിക്കാൻ കിട്ടാത്തത്. കാരണം നീ ഒരു വീഡിയോയിൽ പറഞ്ഞതല്ല മറ്റൊരു വീഡിയോയിൽ പറയുന്നു. അതുകൊണ്ട് എന്തായി ഒരുപാട് കണ്ടന്റ് കിട്ടി, എനിക്ക് പൈസ ഉണ്ടാക്കി. ഒരു പബ്ലിക്കിന്റെ മുമ്പ് പറയണം, നമുക്കിത് കള്ളത്തരം ഉണ്ടായിരുന്നു, നമ്മൾ മുന്നോട്ട് ഇറങ്ങില്ലായിരുന്നു. കാരണം എനിക്കറിയണം സത്യാവസ്ഥ, എനിക്കറിയണം. എൻ്റെ അമ്മ ഗർഭിണിയായിട്ട് പോലും എന്നെ ഉപദ്രവിച്ചതാണ്. നിൻ്റെ മോളെ വായിന്ന് സത്യാവസ്ഥ നീ അറിയണം എന്നുണ്ടെങ്കിൽ നീ ഈ പബ്ലിക്കിലല്ല വിളിച്ച് പറയണ്ടേ, നേരിട്ട് മകളെടുത്ത് പോവുക, മകളോട് ചോദിക്കുക, വേണമെങ്കിൽ 2 സാക്ഷിനും വെച്ചോ. അല്ലാതെ നീ ഇങ്ങനെ ഓരോ കാരണം ഓരോ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിച്ച് പോവുകയല്ല വേണ്ടത്. അത് വീണ്ടും വീണ്ടും നിൻ്റെ മോളെ നീ നന്നായിട്ട് അപമാനിക്കുക. അതിനൊന്നും നിൽക്കാണ്ട് നേരിട്ട് പോയി ചോദിക്കും. പിന്നെ എൻ്റെ വാപ്പാക്കൂട്ടരും എൻ്റെ ഉമ്മാക്കൂട്ടരും എന്ന് പറയുന്നത്, ഞാൻ അന്നും എൻ്റെ വാപ്പാക്കൂട്ടരെടുത്തും ഉമ്മാക്കൂട്ടരെടുത്തും ഞാനൊരു കാര്യത്തിനും പോയിട്ടില്ല. ഈ ഉമ്മക്കൂട്ടരടുത്തും ബാപ്പക്കൂട്ടരടുത്തും പോയിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നീ നിൻ്റെ പല്ലിൽ തന്നെ കുത്തിയിട്ട് മറ്റുള്ളവരെ നാട്ടിയാണ്. നീ എന്തിനാ ഇങ്ങനെ ഈ ഒരു ചെറിയൊരു പ്രശ്നത്തിനാണ് അത് മാന്തി ഇവള് വലിയ പുണ്ണാക്കിവിടുകയും. ഇപ്പം ഇനി പിന്നെ ബാപ്പ കുടുംബം ഉമ്മ കുടുംബത്തിലേക്ക് എത്തി. അവരുടെ അടുത്തൊന്നും ഞാൻ പോക്കില്ല എന്നാണ് ഇപ്പം പബ്ലിക്കിൽ വിളിച്ച് പറയും. എന്താ പറയേണ്ടെന്ന് ഒരു ഊഹവും. പക്ഷെ എൻ്റെ ഒരുപാട് പൈസകൾ എൻ്റെ അമ്മ നശിപ്പിച്ചു കളഞ്ഞു. എന്നെ ഇപ്പം ജപ്തി കട്ടുമാക്കിയിട്ട് ഞാൻ അന്ന് ഇവിടെ വീട് വെക്കില്ലായിരുന്നു. എനിക്ക് ആ പൈസ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് വാടകയ്ക്ക് കിടക്കുന്നുണ്ട്. വാടകയ്ക്ക് കിടന്നപ്പോൾ എനിക്ക് ഇത്തിരി പട്ടിണിയുള്ളായിരുന്നു. പക്ഷെ ഇതിപ്പോൾ എന്താണെന്നറിയാമോ, പട്ടിണി മാത്രം എനിക്കില്ല. അൽഹംദുലില്ലാ സന്തോഷം. പക്ഷെ എനിക്ക് സമാധാനമില്ല. അന്നും ഇന്നും സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ട് ഇന്നലെ കൂട്ടുകാരികൾ വിളിച്ചിട്ട് അതാണ് പറഞ്ഞത്,
സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ട് തുടങ്ങിയ ശല്യമാണ്. ആമ്പിളരെ കിട്ടൂല ശല്യം ചെയ്യാൻ. അവന്മാര് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ട് പോകും. എല്ലാ ശല്യത്തിനും ഒരേ ഒരു കാരണം, അത് നിൻ്റെ വായിലെ നാവാണ്. ആ വായിലെ നാവ് വെക്കേണ്ടടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒരു ശല്യം ഉണ്ടാവില്ല, നിൻ്റെ ജീവിതം സന്തോഷത്തിൽ നടക്കും. പക്ഷെ നീ അത് വെക്കൂല. ബാപ്പാനോടായാലും ഉമ്മാനോടായാലും തർക്കിച്ച് നീ മത്സരിക്കുന്നോളാം. അപ്പം നിൻ്റെ വായി എന്നാണോ അടക്കുന്നത് അന്ന് മാത്രമേ നിനക്ക് ജീവിതത്തിലൊരു സുഖവും സന്തോഷവും കിട്ടൂ, സമാധാനം. നമ്മളെ എപ്പോഴും കാണുന്നത് ഈ വാപ്പായും ഉമ്മാരെയും ഈ പ്രശ്നങ്ങൾ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ വളർന്നത്. എടി, ഇതൊക്കെ വെറും തെറ്റിദ്ധാരണ. ബാപ്പാൻ്റെ ഉമ്മാൻ്റെ പ്രശ്നങ്ങൾ കണ്ടിട്ട് നമ്മളെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അതെല്ലാം നിൻ്റെ വെറും തെറ്റിദ്ധാരണ. അങ്ങനെ ജീവിതത്തിൽ പ്രശ്നമില്ലാത്ത ഒരാൾക്കാരും ഉണ്ടാവില്ലടി. പാപ്പാക്കായാലും പിന്നെ ഉപ്പാക്കായാലും ഒരു ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നിന്നെപ്പോലെ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ കൂവുന്നത് അതാരും ഉണ്ടാവില്ല. അത് വലിച്ച് നീട്ടി നീട്ടി നീ പ്രശ്നമാക്കി. അതുകൊണ്ട് എന്തായി നജില, നിനക്കായ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിനക്ക് ഒരുപാട് റീച്ച് ഉണ്ടാക്കിയിട്ട് നല്ലോണം ക്യാഷ് ഉണ്ടാക്കാമല്ലോ.